നമസ്കാരം, ഞാൻ നാസർ പൊന്നാട്. ചാനൽ 5+ലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് വെറ്റ്സെട്ര അല്ലേ, വെറ്റ്സെട്ര ഹെൽത്ത് കെയർ ആണ്. ഇത് മനുഷ്യൻ്റെ അല്ല കേട്ടോ, മൃഗങ്ങളതാണ്. ഹെൽത്ത് കെയറിൻ്റെ സിഇഒയും മാനേജിങ് ഡയറക്ടറുമായ മനോജ് കുമാർ സാറാണ്. അപ്പോൾ ഞാൻ സത്യത്തിൽ നിങ്ങളെപ്പോലത്തെ ഒരാളെ തിരഞ്ഞെടുക്കുകയായിരുന്നു. കാരണം ഇപ്പോൾ നാട്ടിൽ എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന മൃഗങ്ങളാണ്. അത് ഓരോ മൃഗങ്ങളും, ഇപ്പോൾ എൻ്റെ ഭാഷയെ പറഞ്ഞാൽ, നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ, നാട്ടിലെ എല്ലാ മൃഗങ്ങളും ഇപ്പം ജീവൻ രക്ഷാ പ്രവർത്തനത്തിന് വേണ്ടി നാട്ടിലേക്ക് ഇറങ്ങി. കാട്ടിലെ മൃഗങ്ങളൊക്കെ ആന ദിവസം ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തുന്നുണ്ട് ഓരോ സ്ഥലങ്ങളിലായിട്ട്. പുലി ഇറങ്ങുന്നുണ്ട്, കടുവ ഇറങ്ങുന്നുണ്ട്, കാട്ടുപോത്ത് ഇറങ്ങുന്നുണ്ട്, പിന്നെ ഇപ്പോൾ മയിൽ ഇപ്പം അടുത്തതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ വെടിവെക്കണം അല്ലെങ്കിൽ അതിനെ കൊല്ലണം എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് വേണ്ടി ശബ്ദിക്കാൻ വലിയൊരു വിഭാഗം ആളുകൾ ഇന്ന് ലോകത്തെങ്ങാണ്ടുണ്ട് അല്ലേ? തീർച്ചയായും. അപ്പോൾ അതുപോലെ തന്നെയാണ് മൃഗങ്ങൾക്ക് വല്ലാതെ പരിഗണന കൊടുക്കുന്ന, സ്വന്തം കുഞ്ഞുങ്ങളെക്കാളും കൂടുതൽ താലോലിച്ച് വളർത്തുന്ന മൃഗങ്ങളെ വളർത്തുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ എനിക്കറിയാം പല ആളുകളുണ്ട്. ഇപ്പോൾ പൂച്ചേനൊക്കെ വളർത്തുന്ന, ഞാനിങ്ങനെ കണക്കൂട്ടി നോക്കുമ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 10,000 ഇന്ത്യൻ രൂപയുടെ മേലെ വരും ഒരു പൂച്ചക്ക്. ഇപ്പോൾ എനിക്ക് മുടി വെട്ടണമെങ്കിൽ ഇവിടെ ബംഗാളികളുടെ അടുത്ത് പോയി മുടി വെട്ടണമെങ്കിൽ 5 ദിർഹം കൊടുത്താൽ മതി. അല്ല മലയാളികളുടെ അടുത്ത് നിന്നൊന്ന് ഉഷാറാക്കി വെട്ടണമെന്നുണ്ടെങ്കിൽ 15 ദിർഹം കൊടുത്താൽ മതി. പൂച്ചയുടെ മുടി വെട്ടാൻ എത്ര സാറിന് അറിയോ? ഇവിടെ പൂച്ചയുടെ മുടി വെട്ടാനും നഖം മുറിക്കാനും പിന്നെ എന്താ പറയുക, കുളിപ്പിക്കാനൊക്കെ എല്ലാം കൂടി കൂട്ടിയിട്ട് മാസം 10,000 രൂപ ചിലവ് വരും. തീർച്ചയായിട്ടും. പിന്നെ ഭക്ഷണം വേറെ. ഈ പൂച്ചയാണെങ്കിലോ പണ്ടത്തെ പോലെയൊന്നുമല്ല. ഇവിടുത്തെ പൂച്ച ആദ്യം അങ്ങനെയാണ്, അവർക്ക് വാങ്ങിക്കൊടുക്കുന്ന ഭക്ഷണം കഴിക്കണം. നമ്മുടെ നാട്ടിലിപ്പോൾ പൂച്ച ഇതൊക്കെ കണ്ടുപിടിച്ചതാണോന്ന് അറിയില്ല. നമ്മുടെ നാട്ടിൽ, എൻ്റെ നാട്ടിൽ പൂച്ചയുണ്ട്. ഈ വീട്ടിലെ പൂച്ച ചോറ് കഴിക്കൂല. പണ്ടൊക്കെ ചോറൊക്കെ തട്ടിമറിച്ച് ചോറ് തിന്ന്, പൂച്ച ചോറ് കൊടുത്താൽ ചോര തിരിഞ്ഞു നോക്കൂല. ചിക്കനും മട്ടൻ അതന്നെ പണ്ട് എല്ലോ മുള്ളൊന്നും ഇപ്പോൾ പൂച്ചയൊക്കെ വേണ്ട. എലിനെ പൂച്ച പിടിക്കൂല. അവർ ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ ഈ മിച്ചറൊക്കെ തിന്നും, പലഹാരങ്ങളൊക്കെ പൂച്ച തിന്നും. അപ്പോൾ ഇത് ഈ മാറ്റം മനുഷ്യനെ പോലെ തന്നെ മൃഗങ്ങൾക്കും മാറിയിട്ടുണ്ട്. മനുഷ്യനേക്കാളും കൂടുതൽ ജനങ്ങൾ മൃഗങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ UAE തന്നെ പക്ഷി വളർത്തൽ, അതുപോലെ തന്നെ പൂച്ചയെ വളർത്തൽ, ഇതൊക്കെ വലിയ സംരംഭമായി മാറിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ UAE ഏറ്റവും കൂടുതൽ മാർക്കറ്റിലുള്ള സാധനം ഒട്ടകം, അതുപോലെ പിന്നെ കുതിര. നമ്മുടെ ഇന്ത്യയിലെ പോലെയുള്ള ഒരുപാട് മത്സരങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ സ്വന്തം മക്കളെക്കാൾ കൂടുതൽ അവരെ പരിപാലിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ ലോകത്തെങ്ങാടുണ്ട്. അപ്പോൾ ആ ഒരു മേഖലയിലേക്ക് സാർ ഇറങ്ങി വരാനുണ്ടായ കാരണങ്ങൾ, എന്തൊക്കെ ഇനം മെഡിസിനുകളാണ് ഇവർക്ക് വേണ്ടത്? ഇപ്പോൾ അവർക്ക് പല കാര്യങ്ങൾക്കുണ്ട്. ഒരു പ്രത്യുൽപാദന ശേഷി കൂട്ടാനുള്ളതുണ്ടാവാം. അതുപോലെ തന്നെ ഇപ്പോൾ കോഴികളാണെങ്കിലും മുട്ട ഉൽപ്പാദനത്തിനുണ്ടാവാം, പശുക്കൾക്ക് പാല് അധികം ഉണ്ടാവാം, ഒട്ടകങ്ങൾ ഇപ്പോൾ ഈ മത്സരത്തിന് പോകുന്ന പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ എന്താ പറയാം, ഫാൽക്കന്, അതുപോലെ തന്നെ ഒട്ടകമൊക്കെ ഇവിടെ മത്സരത്തിന് പങ്കിടും. അപ്പോൾ അവരുടെ എനർജി കൂടാതെ, നമുക്ക് മനുഷ്യനാണെങ്കിൽ മറ്റേത് ഇൻജക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അയോഗ്യതാക്കുന്നൊക്കെ പറയും. മൃഗങ്ങൾക്ക് അതുണ്ടോയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ സാർ അതിനെക്കുറിച്ച് ഒന്ന് ആധികാരികമായിട്ട് പറയാം. നമ്മളൊരു പുതിയ ആളുകൾക്ക് താല്പര്യമുള്ള ഒരു പുതിയ വിഷയം കൂടിയാണുള്ളത്. കാരണം എനിക്ക് തോന്നുന്ന ഒരു നാട്ടിൽ തന്നെ വലിയൊരു ശതമാനം ആളുകൾ ഇന്ന് മൃഗങ്ങൾക്ക് വേണ്ടി എല്ലാ വീടുകളിലും ഒരു പക്ഷിയോ ഒരു പൂച്ചയോ ഒരു നായോ ഇല്ലാത്ത വീടുകളില്ല. അപ്പോൾ സാർ അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് പറയാം. ഷുവർ. ആദ്യമായിട്ട് ഇത്രയും ഒരു ഫേമസ് ആയിട്ടൊരു ചാനലിലേക്ക് ഇത്രയും വിപുലമായൊരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, കഴിവുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഒരു ചാനലിലേക്ക് എന്നെ ക്ഷണിച്ചതിന് വളരെ സന്തോഷം. പിന്നീട് സാറ് പറഞ്ഞ ചോദ്യത്തിനെ പറ്റിലേക്ക് വരുവാണെങ്കിൽ, ഇപ്പം മൃഗപരിപാലനം എന്ന് പറഞ്ഞാൽ ഒരു പാഷനായി മാറിയിരിക്കുക, ബിസിനസ്സിനേക്കാളും കൂടുതൽ ആൾക്കാർക്ക്. പണ്ടൊക്കെ നമ്മൾ തന്നെ ആലോചിച്ചാൽ, നമ്മുടെ വീട്ടിൽ നായോ പൂച്ചയോ ഉണ്ടെങ്കിൽ അതിന് വീടിന് പുറത്താണ് ചെറിയൊരു കൂട് പോലെ കെട്ടി അതിനുള്ളിൽ. ഇപ്പം അങ്ങനെയല്ല, അവർ നമ്മുടെ കൂടെ, നമ്മുടെ കട്ടിലേന്മേലെ കിടക്കുന്നത്. അപ്പം നമ്മൾ എന്ത് അതിന് കൊടുത്തു കഴിഞ്ഞാലും നമ്മൾ എന്ത് കഴിക്കുന്നു അതിനെപ്പോലെ തന്നെ, അല്ലെ നമ്മൾ എന്ത് മരുന്ന് കഴിക്കുന്നു അതിനെപ്പോലെ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇതിൻ്റെ പരിപാലനം എന്ന് പറഞ്ഞാൽ കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് ഒരു സൈഡിൽ ആ ഒരു ബിസിനസ് ഉണ്ട്. നമുക്ക് ബിസിനസ്സിനേക്കാൾ ഉപരി ഇതിനെ എങ്ങനെ പരിപാലിക്കുക എന്നുള്ളൊരു ചോദ്യത്തിലേക്ക് വരുവാണെങ്കിൽ, ഈ ആദ്യകാലങ്ങളിൽ ഇപ്പോൾ ഒരു സാർ ഒരു 10 വർഷം മുമ്പിലേക്ക് സാർ ചിന്തിക്കുവാണെങ്കിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിലൊരു നായോ പൂച്ചയോ ഇനി പശുവാണെങ്കിൽ തന്നെ നമ്മൾ എന്താ ചെയ്യുക, അതിനൊരു ചെറിയൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് പോകും. അവിടെ ചെറിയൊരു നമ്മൾ പഴയ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന പോലെ ചെറിയൊരു കിളിവാതിൽ കാണും. അതിൽ കൂടെ നമ്മൾ ഡോക്ടറോട് സംസാരിച്ചിട്ട് പറയും, ഡോക്ടറെ ഇതിന് വയറിളക്കമാണ് അല്ലെങ്കിൽ അനങ്ങുന്നില്ല, വയറുവേദനയൊക്കെ പോലെ കാണിക്കുന്നു എന്ന് പറയുമ്പോൾ ഡോക്ടർ എന്ത് ചെയ്യും,
അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഓക്കെ ഇതായിരിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു മരുന്ന് എഴുതി കൊടുക്കും. ഈ മരുന്നുമായിട്ട് നമ്മൾ നേരെ പോകുന്നു, കടയിൽ നിന്ന് വാങ്ങുന്നു, കൊടുക്കുന്നു, ഒരു 2 ദിവസം 3 ദിവസം കൊടുക്കുന്നു. നന്നായാൽ നമ്മുടെ ഭാഗ്യം, നന്നായില്ലെങ്കിൽ വീണ്ടും ആ കർഷകൻ അല്ലെങ്കിൽ പെറ്റ് ഓണർ തിരിച്ചു വരികയാണ്. വന്നിട്ട് അത് വീണ്ടും പറയുകയാണ്, സാർ ഇത് മാറിയില്ല. അപ്പോൾ ഡോക്ടർ പറയും, ഓ അപ്പോൾ ഇതായിരിക്കത്തില്ല, അപ്പോൾ നമുക്കൊരു കാര്യം ഇതൊന്ന് ട്രൈ ചെയ്യാൻ നോക്കൂ. ഇതും കൊടുത്തിട്ട് ശരിയായില്ലെങ്കിൽ അദ്ദേഹം വേറെ ഒരെണ്ണം. സോ അപ്പോൾ ഇങ്ങനെ കൊടുത്തു ഡോക്ടർ പഠിച്ചു വെച്ച മരുന്നുകളൊക്കെ ഇങ്ങനെ എഴുതി അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ്. അപ്പൊ എനിക്കറിയാം, പണ്ടൊക്കെ നാട്ടിലെ മൃഗാശുപത്രികളിലൊക്കെ 2-3 കുപ്പി മരുന്നേ ഉണ്ടാവുള്ളൂ. ഏത് അസുഖത്തിന് ചെന്നാലും അതങ്ങ് കലക്കി കൊടുക്കും. ഒരു വയലറ്റ് കളറുള്ള എന്തോ ഒരു സാധനം അല്ലേ, പിന്നെ ഒരു ഗുളികയുണ്ട്. സ്വാഭാവികം. കാരണം നമ്മുടെ കാര്യം, മനുഷ്യന്റെ കാര്യം എടുത്തല്ല. പണ്ട് നമ്മൾ പോവുകയാണെങ്കിൽ ചില പഴയ ഹോസ്പിറ്റലിൽ പോയി ഒരു മിക്സ്ചർ എന്ന് ഒരു സാധനം, ചിലപ്പോൾ ഒരു ഗുളിക തരും. ആ ഗുളിക എന്താന്ന് പോലും അറിയത്തില്ല നമുക്ക്. 3 4 പൊടിച്ച് ഇത് 2 നേരം ഇത് 3 നേരം, പക്ഷെ നമ്മുടെ അസുഖം മാറും. ഇന്ന് അങ്ങനല്ല. ഇന്ന് ഓരോ പുതിയ അസുഖങ്ങൾ വരുന്നു. ഓരോ മനുഷ്യരിൽ നിന്ന് മൃഗങ്ങളിലേക്ക് പോകുന്നു, മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് വരുന്നു. ഇങ്ങനെ പല രീതിയിലുള്ള അസുഖങ്ങൾ വരുന്നുണ്ട്. എന്താണെന്ന് പോലും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത് ഇത് ഡോക്ടർമാരുടെ ഒരു കുറ്റമല്ല. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ ഈ എന്ത് അസുഖമാണെന്ന് കണ്ടുപിടിക്കാനുള്ള താമസമാണ്. മനുഷ്യന്റെ കേസിലാണെങ്കിൽ സാറിന് പെട്ടെന്ന് വന്നു വെച്ചാൽ നമുക്കൊരു ചുമ വന്നു, അല്ലെങ്കിൽ ഒരു കുര വന്നു, നമ്മൾ നേരെ എന്ത് ചെയ്യുക, ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അപ്പോൾ ഡോക്ടർക്ക് ആ സ്റ്റെത്ത് വെക്കുമ്പോൾ തന്നെ ഒരു സംശയം തോന്നും, ഓക്കെ ആൾക്ക് ഒരു ഇൻഫെക്ഷൻ ഉണ്ട്, ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ ബ്ലഡ് മൂത്രം ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് പോരൂ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ ലാബിൽ ചേർത്ത് വരും. വിത്തിൻ 24 hours ഒരു സാധനം തരും. നമ്മൾ ഡോക്ടർ നോക്കും, ഓക്കെ ഇതാണ് ഈ പാത്തോജൻ ഇതിനകത്തുണ്ട്, നമ്മൾ ഒരു കാര്യം ചെയ്യും, ഈ ആന്റിബയോട്ടിക് കഴിക്കുമോ, വിത്തിൻ 2 days നമ്മൾ ക്ലിയർ ആവുകയും ചെയ്യും. ഇത് മൃഗങ്ങൾക്കില്ലായിരുന്നു. അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ഡോക്ടേഴ്സ് അവരുടെ എക്സ്പീരിയൻസ് വെച്ച് ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ അത് മാറി. ഞാൻ നേരത്തെ പറഞ്ഞ അതേ പ്രശ്നമാണ്. കാരണം അന്ന് നമ്മൾ വീടിൻ്റെ പുറത്ത് മൃഗങ്ങളെ പരിപാലിച്ചിരുന്നു, അല്ലെ കെട്ടിയിട്ടിരുന്നു, അതിനെ നമ്മൾ വീട് കാവലായിട്ട്. ഇന്ന് അതല്ല, നമ്മുടെ കൂട്ടത്തിലൊരാളായിട്ട് താമസിപ്പിക്കുകയാണ്. പല വീട്ടിലും എന്താ സംഭവിക്കുന്നത്, മക്കളെല്ലാം ഗൾഫിലും US UK ഒക്കെ പോകുമ്പം അവർക്കൊരു കമ്പനിയായിട്ട് അവരുടെ ഒരു കൊച്ചുമകനായിട്ടോ അല്ലെ അവരുടെ ഒരു മക്കളായിട്ടോ എടുത്തു വളർത്തുന്ന രീതി വരെ ഉണ്ട് ചില പെറ്റ്സ്. അത്ര സ്ട്രോങ് റിലേഷൻഷിപ്പാണ് ഇവർ തമ്മിൽ. അപ്പൊ ഇവർക്ക് വികാര വിചാരങ്ങളൊക്കെ മനസ്സിലാക്കാനും മൃഗങ്ങൾക്ക് കഴിയുന്നു അല്ലേ. ഞാൻ ഇന്നും പറയും മനുഷ്യനേക്കാൾ നല്ല മൃഗമാണ്. സാറൊരു നായയോ ഒരു പൂച്ചയോ വളർത്തുവാണെങ്കിൽ അവർ നമ്മളെ മനസ്സിലാക്കുന്ന പോലെ നമ്മുടെ കൂടപ്പിറപ്പ് പോലും മനസ്സിലാക്കില്ല. അത് 100%. അവർ നമ്മളെ ഫോളോ ചെയ്യുന്നത് നമ്മുടെ മണം, നമ്മളെ ദൂരെ ഒരു സ്ഥലത്ത് നമ്മളെ കണ്ടാൽ അത് പിടിച്ചെടുക്കും. നമ്മൾ വരുന്നുണ്ടോ, പ്രകൃതി ദുരന്തങ്ങളൊക്കെ തന്നെ ഈ ജീവിതത്തിൽ നേരത്തെ തിരിച്ചറിയാൻ കഴിയും. തീർച്ചയായിട്ടും അതിനുള്ള പല കഴിവുകളും അവർക്കുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരു നായയോ പൂച്ചയോ അങ്ങനത്തെ ഒരു സാധനത്തിനെ പരിപാലിക്കുമ്പോൾ നമ്മൾ അത്രയും കെയർ ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണ് ഞങ്ങൾ ഇതിനെ എങ്ങനെ നമ്മളൊരു കമ്പനി സ്റ്റാർട്ട്. ഇപ്പം എൻ്റെ കാര്യം സാറ് ചോദിക്കുവാണെങ്കിൽ ഞാൻ 1998 ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് മൃഗങ്ങളുടെ അല്ല മനുഷ്യൻ്റെ കമ്പനിയിൽ ജോയിൻ ചെയ്തു. മനുഷ്യൻ്റെ മരുന്നുകൾ പ്രൊമോട്ട് ചെയ്ത് അവിടുന്ന് ഞാനൊരു ഏരിയ മാനേജറായി, റീജിയണൽ മാനേജറായി പോയി. പിന്നെ ഞാൻ നേരെ ഒമാനിലേക്ക് അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് ജോയിൻ ചെയ്തു. ഇവിടേക്ക് പോകുമ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യണം. പക്ഷെ അന്നേരം നമ്മുടെ ഉദ്ദേശം എന്താ, എല്ലാവരും ചെയ്യുന്ന ഒരു ബിസിനസ് ചെയ്തിട്ട് കാര്യമില്ല. ഒന്ന് നമ്മുടെ പാഷൻ ആയിട്ട് എന്തെങ്കിലും ഒന്ന് ഒത്തിണങ്ങി പോകണം. നമുക്ക് സംതൃപ്തി നൽകണം. പൈസ മാത്രമല്ലല്ലോ, നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങളും ഉണ്ടല്ലോ. അപ്പം അങ്ങനെ നമ്മൾ ചിന്തിച്ച് വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഈ മൃഗങ്ങളുടെ കേസ് ഒരു അൺടാപ്ഡ് ഏരിയ എന്ന് മനസ്സിലായി. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സാറിന് ഞാൻ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഒരു 10 വർഷം ഞാൻ ഈ 10 വർഷം എടുക്കുന്നത്, ഈ ഒരു 10 വർഷത്തിനിടയ്ക്കാണ് ഈ ചേഞ്ചസ് എല്ലാം വന്നത്. ഒരു 10 വർഷം മുമ്പ് സാറിന് ഒരു മരുന്ന് കടയിൽ പോവുകയാണെങ്കിൽ വെറ്റിനറി മരുന്നുകൾ വിൽക്കപ്പെടും എന്നുള്ളത് ഒരു ജില്ലയിൽ തന്നെ 1-2 ഷോപ്പുകളിലേ കിട്ടത്തുള്ളൂ. ഇന്ന് സാറിന് എല്ലായിടവും കിട്ടും. പക്ഷെ അവിടെ തന്നെ സാർ പോയി നോക്കുകയാണെങ്കിൽ മൃഗങ്ങളുടെ മരുന്ന് വെച്ചാൽ നായയുടെയും പൂച്ചയുടെയും സാധനം കിട്ടത്തില്ല, പശുവിന്റെ ആയിരിക്കും കൂടുതലും. പിന്നെ കോഴിയുടെ ആകെ അവരുടെ വയറിളക്കാനുള്ള വിരയുടെ മരുന്ന്. എന്താ പേരെന്താ, പേര് മറന്നുപോയി. അതൊരു ഗുളിക രൂപത്തിലും കിട്ടും, ഒരു ടോണിക് പോലത്തെ വെള്ള കളർ. ഇതേ കണ്ടിട്ടുള്ളൂ. സാർ അതിൻ്റെ പാക്കിംഗ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ആ പാക്കിനകത്ത് മൾട്ടി കളർ ആയിരിക്കും. അതായത് ഇപ്പോൾ മനുഷ്യൻ്റെ ഒരു പ്രോഡക്റ്റ് സാറ് വാങ്ങിക്കുവാണെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ പാക്ക് നോക്കി കഴിഞ്ഞാൽ ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും. നമുക്കത് കണ്ടു കഴിഞ്ഞാൽ ഓക്കെ ഇത് ക്വാളിറ്റി ഉള്ളൊരു കമ്പനിയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പേര് പറയുന്നില്ല, എന്നാലും ചില കമ്പനി നമ്മുടെ മനസ്സിലുണ്ട്, 1, 2, 3, 4 ഈ കമ്പനികളുടെ സാധനം നല്ലതാണ്. ചില ആൾക്കാർ അത്യാവശ്യം കുറച്ചറിയാവുന്ന ആൾക്കാരുടെ കടയിൽ പോയി പറയുന്ന പോലും പാരസെറ്റമോൾ എന്നായിരിക്കത്തില്ല, ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് നെയിം ആയിരിക്കും പറയുന്നത്. എനിക്കിത് തരുമോ, എന്താ കാര്യം, അവരുടെ പാക്കിങ് കൊള്ളാം, അവരുടെ ഗുണം കൊള്ളാം എല്ലാം. അപ്പോൾ ഈ പാക്കിങ്ങിനകത്ത് വലിയ കാര്യമാണ്. അപ്പം ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ആദ്യം നോക്കിയത് ഇതിൻ്റെ പാക്കിങ് എല്ലാം
ഒരു രീതിയിൽ നമുക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് അത് ചെയ്യാൻ പറ്റാത്ത പറയണല്ലോ, ഞാൻ സാറിൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ കണ്ടു. അതിൻ്റെ പാക്കിംഗ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡാണ്. അത് മൃഗങ്ങൾക്ക് ഇത്ര വേണോ ഞാൻ ചിന്തിച്ചു. കാരണം മൃഗങ്ങൾക്ക് ഇതൊന്നും ആസ്വദിക്കാനുള്ള കഴിവില്ലല്ലോ. ഇപ്പൊ മൃഗങ്ങൾക്ക് പണ്ട് വെള്ളം കൊടുക്കുന്ന പാത്രമൊക്കെ കണ്ടു കഴിഞ്ഞാൽ പണ്ട് പ്രത്യേകം പറയും നായ്ക്ക് ചോറ് കൊടുക്കുന്ന പാത്രം എന്നൊക്കെ പറഞ്ഞ് വൃത്തി ഉണ്ടാവില്ലായിരുന്നു, കഴിവില്ലായിരുന്നു. ഇപ്പോ അതൊക്കെ മാറി. കറക്റ്റ്. ഇതൊക്കെ ഡെയിലി ഇപ്പോൾ വളരെ ആധുനിക രീതിയിൽ വെള്ളമൊക്കെ ഡ്രിപ്പ് ആയിട്ട് വരികയും അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ കൃത്യമായിട്ട് വൃത്തി, മനുഷ്യരെ പോലെ തന്നെ വൃത്തി. പണ്ട് അതൊന്നുമില്ല, ഉണ്ടാവും. ഇപ്പൊ അതുപോലെ ഇതും ആയിക്കായിരുന്നു. ഞാൻ സാറിന്റെ ഓരോ പ്രൊഡക്റ്റും ഞാനിതിൽ കണ്ടു. ഇപ്പോൾ ഈ ബ്രോഷർ പോലും കണ്ടില്ല, എന്ത് സുന്ദരമായിട്ട് കണ്ണടക്കം വെച്ചൊരു നായ. പശുവിനൊക്കെ എത്ര മനോഹരമായിട്ടാണ് കൊടുത്തത്. ഇനി അത് ശരി, കുതിരയുണ്ട്. അപ്പോൾ ഗൾഫിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ കുതിരയുടെ ബ്രോഷറായിട്ട് സാർ ഇറങ്ങിയത് അല്ലേ? കുതിരയുടെ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഗൾഫ് കൺട്രീസിൽ നിന്ന് കുതിരയുടെയും ക്യാമലിന്റെ ഒട്ടകത്തിന്റെയും കണ്ടവാൻ എൻക്വയറീസ് വരുന്നുണ്ട്. ഈ ക്യാമൽ അല്ലെ ഒട്ടകത്തിന്റെ ഒരു പ്രശ്നം ആൾക്കാർ മനസ്സിലാക്കാത്തത്, വെറുതെ സാർ ഗൂഗിളിൽ ഒന്ന് അടിച്ചു നോക്കിയാൽ മതി. ഈ ക്യാമൽ അല്ലെ ഒട്ടകത്തിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരു അസുഖമുണ്ട്. അതിന്റെ പേര് ബ്രൂസലോസിസ് എന്നാണ്. ഈ ബ്രൂസലോസിസ് ഒരു സൂണോട്ടിക് ഡിസോർഡർ എന്നാണ് നമ്മൾ പറയാം. കാരണം അത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാൻ ഭയങ്കര ചാൻസ് ആണ്. അത് വന്നു കഴിഞ്ഞാൽ അത് ട്രീറ്റ്മെന്റ് കുറച്ച് കട്ടിയാണ്. കൂടുതൽ ആൾക്കാർ മരിച്ചു. സാർ ഗൂഗിളിൽ ചെക്ക് ചെയ്യാൻ മതി. ഈ നമ്മുടെ മനുഷ്യന് വന്നു കഴിഞ്ഞാൽ ഈ ഗൾഫ് രാജ്യങ്ങളിലെ ഈ ബ്രൂസലോസിസ് വന്ന് മരിച്ചിരിക്കുന്ന എണ്ണം കണ്ടാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പേടിച്ചു പോകും. അമ്മാതിരിയുണ്ട്. അപ്പം യൂഷ്വലി എന്താ സംഭവിക്കുക വെച്ചാൽ ഇന്ത്യയിൽ ഈ ക്യാമലിനെ സ്ക്രീൻ ചെയ്യുന്ന ഒരു പരിപാടി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പല സംസ്ഥാനങ്ങൾ. അതായത് രാജസ്ഥാന്, പിന്നെ ആ ഒരു രാജസ്ഥാൻ്റെ ബോർഡറിലുള്ള ആൾക്കാരെല്ലാം നമ്മളോട് ഇപ്പോൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് ക്യാമൽ ബ്രൂസലോസിസ്. അപ്പം നമ്മൾ അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്തപ്പം ഈ ഗൾഫിൽ നിന്ന് നമ്മളോട് ചോദിക്കാൻ തുടങ്ങി, നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പം ഈ എക്വീൻ അല്ലെങ്കിൽ കുതിരയുടെ കാര്യം പറയുകയാണെങ്കിൽ കുതിരയുടെ നമ്മുടെ ഇപ്പം 5 മുതൽ 6 വരെ ഡിഫറെൻറ്റ് ടെസ്റ്റുകൾ നമ്മുടെ കയ്യിലുണ്ട്. അതെല്ലാം നമ്മളോട് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം റീസെൻ്റ്ലി ഇപ്പം നാളെ മറ്റന്നാളും ഞങ്ങൾ ഒമാനിൽ ഒരു ഡിസ്കഷൻ വെച്ചിട്ടുണ്ട്. അവിടുത്തെ റോയൽ ഒമാൻ പോലീസിൻ്റെ ഈ ഇക്വീൻ്റെ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പം നമുക്ക് എന്താ സംഭവിച്ചാൽ ഓരോ ഘട്ടം കഴിയുമ്പോൾ നിങ്ങളുടെ അതുണ്ടോ, നിങ്ങളുടെ ഇതുണ്ടോ, ഓക്കെ ഇത് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും അല്ലേ? കാരണം ഇന്ന് ടെസ്റ്റ് ചെയ്യുന്ന സംവിധാനങ്ങളുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ഞാൻ ആ ടെസ്റ്റിങ്ങിലേക്കാണ് ഞാൻ ഇപ്പം വന്നുകൊണ്ടിരുന്നത്. കാരണം ഈ ടെസ്റ്റാണ് ഞങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ഈ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നേരത്തെ പറഞ്ഞാൽ ഒരു ഗുളിക കൊടുത്ത് അതിന് ആരെങ്കിലും അടുത്ത് കൊടുക്കുന്ന പരിപാടി അല്ല എന്നർത്ഥം. അല്ല, ആ ഒരു ഗുളിക കൊടുത്ത് അടുത്ത ഗുളിക രോഗം കൃത്യമായി എന്താണെന്ന് മനസ്സിലാക്കി ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് പുതിയ സംവിധാനങ്ങൾ. അതെ സാർ. അന്നേരം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ എന്തുകൊണ്ടാണ് ഈ ഒരു ഗുളിക കൊടുത്തിട്ട് അടുത്ത ഗുളിക കൊടുക്കേണ്ട ആ ഒരു ഗ്യാപ്പ് വരാൻ കാര്യം വെച്ചാൽ എക്സാക്ട്ലി ഏത് രോഗമാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. എപ്പോഴാണോ നമുക്ക് ആ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കുന്നു അന്നേരം തന്നെ ആ രോഗത്തിനെതിരെ ഡോക്ടറിന്റെ ജോലി എളുപ്പമായി. ഇപ്പം ഈ വരുന്ന പെറ്റ് ഓണറിന്റെ കാര്യം സമയം വേസ്റ്റ് ആവത്തില്ല, പൈസ വേസ്റ്റ് ആവത്തില്ല. അതിൻ്റെ പാവം മൃഗങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റും. ഇപ്പം മൃഗങ്ങളുടെ കാര്യം പറയാം സാർ, നായയുടെ പൂച്ചയുടെ കാര്യം പറഞ്ഞാൽ അതിന് പാർവോ എന്നൊരു അസുഖം വരാറുണ്ട് ചെറുതിൽ. അതിനെ കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് അത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അത് മരിച്ചു പോകുന്ന ഉറപ്പാണ്. അപ്പോൾ പല വീട്ടിലും ഉള്ള സംഭവിച്ചാൽ ഓക്കെ ഇപ്പം ഈ പാർവോ എന്നൊരു അസുഖം ഭയങ്കരമായിട്ട് പകരുന്ന കണ്ടേജിയസ്. അപ്പം ഈവൻ നമ്മുടെ കയ്യിലിരിക്കുന്ന നായക്കുട്ടിക്ക് പാർവോ ഉണ്ടെങ്കിൽ നമ്മൾ കയറിയിരിക്കുന്ന ഹോസ്പിറ്റലിൽ ഒരു 6-7 ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ നായ ഉണ്ടെങ്കിൽ അവർക്കെല്ലാം കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം പല ഹോസ്പിറ്റലും ഈ പാർവോ സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ട് വേറൊരു വാതിൽ തന്നെ വെച്ചിട്ടുണ്ട്. അവിടെ വെച്ച് സ്ക്രീൻ ചെയ്തിട്ട് വരാം, മറ്റുള്ളതിന് പകരാതിരിക്കാൻ വേണ്ടി. കാരണം ഇതുവഴി കയറി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ വരുമോ എന്ന് അവർക്കൊരു പേടിയുണ്ട്. അപ്പോൾ ഒരു ചോദ്യം എനിക്ക്, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴും ലക്ഷക്കണക്കിന് പക്ഷികളാണ്, പ്രത്യേകിച്ചും തെക്കൻ ജില്ലകളിൽ പിന്നെ താറാവ് അതുപോലെ കോഴികൾക്കൊക്കെ വന്നിട്ട് അതിനെ കൊന്ന് അവരെ ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ രോഗം വന്നു കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് ഇല്ലാത്ത പല വൈറസാണ്, അത് ബാക്ടീരിയ വൈറസാണ്, അതിന് ഇപ്പോഴും ട്രീറ്റ്മെന്റ് ഇല്ല. പലതും സാറേ സംഭവിക്കുന്നത് വെച്ചാൽ വാക്സിനേഷൻ കൊടുക്കേണ്ട കൃത്യമായി കൊടുക്കാത്തതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇത് ഒരു തവണ വന്നു കഴിഞ്ഞാൽ ഇത് കൂട്ടത്തോട് ഇനി അങ്ങ് ആ ഒരു വൈറസിനെ അങ്ങ് കൊല്ലുന്നതായിട്ടാണ് അവർ ചെയ്യുന്നത്. ഇത് വന്ന് റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റത്തില്ല എന്നുള്ളൊരു തോന്നല്. അപ്പോൾ കള്ളിങ് ആണ് അവിടെ ഏറ്റവും അനുയോജ്യമാണ്. ഡോക്ടേഴ്സ് വാക്സിനേഷന്റെ സംവിധാനം ചില വാക്സിനേഷൻ ഞങ്ങൾ തൊടാത്തതെന്ന് വെച്ചാൽ അതൊരു ഹ്യൂജ് പ്രോസസ്സാണ്. അത് ചെറിയൊരു പരിപാടിയേ അല്ല. അപ്പോൾ വാക്സിനേഷൻ മൾട്ടിനാഷണൽ കമ്പനീസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലോങ് റണ്ണിൽ നമ്മൾ എന്തെങ്കിലും അങ്ങനെ ചിന്തിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയല്ല. ഇപ്പം നമ്മൾ വാക്സിനേഷനെ പറ്റി ഈ വാക്സിനേഷനിൽ ഞാൻ കണ്ട ഒരു അപ്രായോഗികത,
ഇപ്പോൾ നമ്മൾ കോഴികളാണെങ്കിൽ ഒരു ഷെഡിൽ ചിലപ്പോൾ 10, 5,000, 10,000 കോഴികളുണ്ടാവും. ഈ കോഴി കുഞ്ഞുങ്ങളെ പിടിച്ചിട്ട് ഓരോന്നിനും ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. ഇതൊന്ന് പിടിച്ചേ ഒന്നിൻ്റെ മേലെ ചാടിയിട്ട് ഒരുപാടെണ്ണം ചത്തുപോകും. അതുപോലെ തന്നെ ചില ഡ്രിപ്പിൽ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഡ്രിപ്പ് കൊടുത്തിട്ട് ചത്ത അനുഭവമുണ്ട്. ഡ്രിപ്പ് കൊടുക്കുമ്പോൾ ആരോഗ്യമുള്ള കോഴിക്കുഞ്ഞുങ്ങൾ വന്നിട്ട് ഈ വെള്ളമാണല്ലോ വരിക, അതിൽ ഡ്രിപ്പ് ഇതിൻ്റെ കൂടെ കൊടുക്കുമ്പോൾ ഈ വെള്ളത്തിൽ ആരോഗ്യമുള്ള കോഴിക്കുഞ്ഞുങ്ങൾ വന്നിട്ട് ആദ്യം വെള്ളം കുടിക്കുമ്പോൾ ഓവർഡോസ് വരും. ഇതൊരു പ്രശ്നമാണ് സാർ. അതിലേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. രോഗം വന്ന് ചികിത്സിക്കുന്നതിന് പകരം മനുഷ്യനായാലും മൃഗങ്ങളായാലും രോഗം നേരത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ വളരെ അത്യാവശ്യമാണല്ലോ. തീർച്ചയായിട്ടും. ഇന്ന് ടെക്നോളജി ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പം ഞാൻ പറയാണ്ടല്ലോ, പല പല ഹ്യൂജ് ബ്രാൻഡ്സ് ഉണ്ട്. ഈ പോൾട്രി തന്നെ നമുക്ക് ചിക്കൻ ആണെങ്കിലും ഫ്രഷ് ചിക്കൻ കിട്ടാൻ അവരവിടെയൊക്കെ ഈ സംവിധാനം ഇങ്ങനെയൊന്നുമല്ല. ഓരോ അതിൻ്റെ വായിൽ ഒഴിച്ചു കൊടുക്കുന്ന പരിപാടിയൊന്നുമല്ല. പുതിയ ടെക്നോളജി വെച്ചിട്ട് തന്നെ അവർ ചെയ്യുന്നുണ്ട്. ഈക്വൽ എമൗണ്ട് കിട്ടുന്ന രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. കാരണം അത് ചെറിയതല്ല സാർ. ഒരു 5,000, 10,000 കോഴിക്കുഞ്ഞിനെ വെച്ചിട്ടൊക്കെയാണ് ഒന്നിച്ചാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ അങ്ങനത്തെ കുറേ പ്രോസസ്സ് ഉണ്ട്. ഇവിടെ ഞങ്ങൾ ഞങ്ങൾ ഈ ഒരു ഫീൽഡിൽ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ആദ്യം ചിന്തിച്ചത് എങ്ങനെ ഇവിടെ ഒരു വലിയൊരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പിനെ നമ്മൾ എങ്ങനെ ബ്രിഡ്ജ് ചെയ്യാൻ പറ്റും. ഈ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഡയഗ്നോസിസ്, അതായത് രോഗം കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചതിന് ശേഷം അതിനനുസരിച്ചുള്ള മരുന്ന് കൊടുക്കണം. അപ്പോൾ ഇതിനെ തമ്മിൽ നമുക്ക് ബ്രിഡ്ജ് ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പ മാർഗം. കാരണം ഇപ്പം എന്താ സംഭവിക്കുന്നത്, ഡോക്ടേഴ്സ് ബ്ലഡ് എടുക്കും, വെറ്റിനറി ലാബിൽ കൊടുത്തുവിടും. 24 മണിക്കൂർ 48 മണിക്കൂറിനുള്ളിൽ അവർക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. ഇപ്പം ചിലർ പോയി കളക്ട് ചെയ്യണം. ഇപ്പം പിന്നെ കുറെ സിമ്പിൾ ചത്തുപോയിട്ടുണ്ടാവും. അത് തന്നെ അന്നേരത്തേക്ക്. അപ്പം നമ്മൾ എന്താ ഉദ്ദേശിച്ചത്, നമ്മൾ ഇന്ത്യക്ക് പുറത്തേക്ക് നമ്മൾ ചിന്തിച്ചപ്പം അവർ നമ്മളെക്കാളും കുറെ കൂടെ അഡ്വാൻസ്ഡ് ആയിരുന്നു. അന്ന് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ക്രീനിങ് വളരെ സിമ്പിളായിട്ട് 5 മിനിറ്റ് 4 മിനിറ്റ് കൊണ്ട് രോഗിയുടെ ഫ്രണ്ടിൽ വെച്ച് തന്നെ, അല്ലെങ്കിൽ രോഗിയെ കൊണ്ടുവന്ന പെറ്റ് ഓണറിന്റെ ഫ്രണ്ടിൽ വെച്ച് തന്നെ അവർക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. മലം, മൂത്രം, സ്രവം, കണ്ണിലെ സ്രവം, മൂക്കിലെ സ്രവം, അല്ലെങ്കിൽ രക്തം, ഇത് എന്തെടുത്തതിന് ശേഷം നമ്മൾ അവിടെ വെച്ച് തന്നെ രോഗിയുടെ ഫ്രണ്ടിൽ വെച്ച്, അതായത് രോഗിയെ കാണാമെന്നല്ല പറയാം, രോഗിയുടെ കൊണ്ടുവന്നിരിക്കുന്ന പെറ്റ് ഓണറിന്റെ ഫ്രണ്ടിൽ വെച്ച് നമ്മൾ ഇത് ടെസ്റ്റ് ചെയ്തിട്ട് അവരെ കാണിച്ചു കൊടുക്കും. നിമിഷങ്ങൾക്ക് 3 മിനിറ്റ് 4 മിനിറ്റ് കൊണ്ട് അറിയാൻ പറ്റും. അപ്പം 10 മിനിറ്റ് കൊണ്ട് നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും. ഡോക്ടർക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇന്നത്തെ കാലത്ത് എന്താ പറയുക, ഇന്നത്തെ കാലത്ത് കസ്റ്റമേഴ്സ് അല്ലെ ക്ലയൻസ് ഭയങ്കര സീയിങ് ആൻഡ് ബിലീവിങ് എന്നാണ്. ഞാൻ കണ്ടാലേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ. നിങ്ങൾ അവിടെ കൊണ്ടുപോയി നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടു, പക്ഷെ ഞങ്ങളത് വിശ്വസിക്കത്തില്ല. ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ ഫ്രണ്ട് വെച്ചു. അപ്പോൾ നമ്മൾ കാണിച്ചു കൊടുക്കുക ചെയ്യുന്നത്. ഇത് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ്, നമ്മൾ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം എന്താ സംഭവം. ഒരു ഡ്രോപ്പ് ഇടും, യൂറിൻ എടുക്കുന്നു, നമ്മൾ ചെക്ക് ചെയ്യുന്നു, അതിനകത്ത് 2 ലൈൻ വരുവാണെങ്കിൽ ഈ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറെ കൂടെ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറഞ്ഞത്, നമ്മൾ കോവിഡ് കണ്ട ആൾക്കാരാണ്. കോവിഡിന്റെ ടെസ്റ്റ് ഓർമ്മയുണ്ടാവുമല്ലോ. ആ കോവിഡ് ടെസ്റ്റ് നമ്മൾ താഴെ വെക്കുക, മൂക്കിനകത്ത് നമ്മൾ ഒരു ചെറിയൊരു ബഡ്സ് പോലെ ഇടുക, അതെടുക്കുക, നമ്മൾ വീണ്ടും ഒരു വെല്ലിലേക്ക് നമ്മൾ ഒഴിക്കുന്നൊക്കെ ഓർമ്മയുണ്ട്. ഒരു ഡ്രോപ്പ് ഇട്ട് നമ്മൾ നീങ്ങുന്നു, ഒരു ലൈൻ വരുന്നു, പിന്നെ 2. ഈ സെയിം തത്വമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന്റെ ഒരു ഗുണം മനസ്സിലായല്ലോ. വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് നമുക്ക് അതിന്റെ റിസൾട്ട് അറിയാൻ പറ്റും. അല്ലാതെ നമ്മൾ പറയുന്ന പോലെ മറ്റേ RT-PCR, ഓക്കെ, RT-PCR കുറെ കൂടെ ആക്യുറസി ഉള്ളതാണ്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷെ ഇവിടെ നമുക്ക് സംഭവിക്കാൻ വെച്ചാൽ നമുക്ക് ഡോക്ടറിന്റെ ക്യാബിനിൽ അല്ലെ ക്ലിനിക്കിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും വെദർ ഇറ്റ് ഈസ് യെസ് ഓർ നോ. അവിടാണ് ഏറ്റവും വലിയ കാര്യം. അത് ഏതൊക്കെ രോഗങ്ങൾക്കാണ് സാർ ഇപ്പൊ ഈ കിറ്റ് ഉപയോഗിക്കുന്നത്? സാറേ, ഇന്നിപ്പം കണ്ടവന് രോഗമുണ്ട്. ഇപ്പം ഡോഗ് അല്ലെങ്കിൽ നായയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളുടെ കയ്യിൽ ഏതാണ്ട് ഒരു 75 മുതൽ 77 വരെ ഡിസീസ് കണ്ടുപിടിക്കാനുള്ള എല്ലാ മൃഗങ്ങൾക്കുണ്ട്. നായക്കുണ്ട് സാർ, പൂച്ചയ്ക്കുണ്ട്, പക്ഷികൾക്കുണ്ട്. പക്ഷി എന്ന് വെച്ചാൽ എല്ലാ പക്ഷികളും നമുക്ക് ഉദ്ദേശിക്കാം. ഒട്ടകത്തിലുണ്ട്, കുതിരയ്ക്കുണ്ട്, പിന്നെ നമുക്കിപ്പം അവൈലബിൾ ആയിട്ടുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാം ഉണ്ട്. ഇപ്പം എന്തുകൊണ്ടാണ് നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് ചിന്തിക്കാത്തത് വെച്ചാൽ, ഇപ്പം ഇന്നേ വരെ നമുക്ക് ഒട്ടകമില്ലായിരുന്നു. ഒരു 6 മാസത്തിന്, ഈ 6 മാസത്തിന്റെ ഗ്യാപ്പിലാണ് നമ്മൾ ഒട്ടകം കൊണ്ടുവന്നത്. കാരണം ഒട്ടകത്തിനെ പറ്റി ആൾക്കാർ ചോദിച്ചു തുടങ്ങുന്നത് വളരെ വിരളമാണ്. അല്ല, ഇവിടെ നിങ്ങൾ UAE നിങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ഒട്ടകവും കുതിരയുടെയും മെഡിസിൻ നിർബന്ധമാണ്. കാരണം ഇവിടുത്തെ ഏറ്റവും കൂടുതൽ സാധ്യത അതാണല്ലോ. അപ്പോൾ അതിലേക്കുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ നടന്നു. അതിന്റെ പ്രൊഡക്റ്റുകളായിട്ടും തയ്യാറായിട്ടുണ്ടോ? ഈ UAE കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ കമ്പനി ഫോം ചെയ്തിട്ട് ഏതാണ്ട് ഒരു 5-5.5-6 വർഷത്തിന് അടുത്തായി. ഈ 6 വർഷത്തിന് ഇപ്പോൾ ഫസ്റ്റ് ഒരു 6 മന്ത്സിന് ശേഷം നമുക്ക് UAE നിന്ന് ഓർഡേഴ്സ് വരുന്നുണ്ടായിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ബിറ്റ്സ് ആൻഡ് പീസസ് എന്ന് പറയും. ഇപ്പം ഇവിടുത്തെ അറിയാമല്ലോ സാർ, കൂടുതൽ ഡോക്ടേഴ്സും മലയാളികളും ഇന്ത്യക്കാരും ഉണ്ടല്ലോ. ഇവർ നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ നമ്മളുടെ ഇത് വാങ്ങുമായിരുന്നു. പിന്നെ പല ഡോക്ടേഴ്സും നമുക്ക് അഡ്രസ്സ് തന്നിട്ട് കൊറിയർ ചെയ്ത് കൊടുക്കാൻ പറയാറ്. നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം അവർ പേയ്മെന്റ് തന്നിട്ട് പോകും. കാരണം അവർ പറയുന്നത് വെച്ചാൽ ഒരു ആക്യുറസി ഒരു വലിയൊരു കാര്യമുണ്ട് സാർ. നമുക്കിപ്പം നമ്മുടെ അടുത്തുള്ള അയൽ രാജ്യമുണ്ട്, ഞാൻ പേര് പറയുന്നില്ല, അയൽ രാജ്യത്ത് ഒരു സാധനം അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ അവിടെ എന്താ പ്രശ്നം വെച്ചാൽ
10 ടെസ്റ്റ് വാങ്ങിച്ച് 5 ടെസ്റ്റേ വർക്ക് ചെയ്യുന്നുള്ളൂ അവർ പറയുന്നത്. ഈ 5 ടെസ്റ്റ് വർക്ക് ചെയ്യുന്നുള്ളൂ. ഈ 5 ടെസ്റ്റിന് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. കാരണം 10 ടെസ്റ്റിൻ്റെ പൈസ അവർ കൊടുക്കും, പക്ഷേ ഈ 5 ടെസ്റ്റേ വർക്ക് ചെയ്യുന്നുള്ളൂ. ഇനി ഇതൊന്നുമല്ല, ഈ പൈസയുടെ കാര്യം സാറ് വിട്. എന്നിട്ട് ഞാൻ വേറൊരു കാര്യം പറയാം. സപ്പോസ് സാറ് വരുന്നു, സാറിൻ്റെ വീട്ടിലെ ഏറ്റവും അരുമയായ ഒരു നായയോ അല്ല പൂച്ചയും കൊണ്ട് സാറ് വരുന്നു, അതിനെ ടെസ്റ്റ് ചെയ്യുന്നു, സാറിൻ്റെ ഫ്രണ്ടിൽ വെച്ച് ടെസ്റ്റ് ചെയ്യുന്നു. അസുഖം ഇല്ലാത്തതിന് ഞാൻ അസുഖം ഉണ്ടെന്ന് പറഞ്ഞാൽ സാർ എങ്ങനെ പ്രതികരിക്കുക? അതൊന്ന്. 2, അസുഖം ഉള്ളതിനെ ഞാൻ കാണിച്ചിട്ട് അസുഖം ഇല്ല എന്ന് പറഞ്ഞാൽ സാർ എങ്ങനെ പ്രതികരിക്കും? ഇത് രണ്ടും പ്രശ്നമാണ്. ഇതിനാണ് ഫാൾസ് പോസിറ്റീവ് ഫാൾസ് നെഗറ്റീവ് എന്നും പറയുന്നത്, അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിസിറ്റി നമ്മൾ പറയും. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇത് കറക്റ്റായിട്ട് സാർ ആ പേഷ്യൻറ്റിന് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ പെറ്റ് ഓണർക്ക് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ സാറിൻ്റെ ഒരു പേഷ്യൻ്റ് കട്ടാവുമായിരിക്കും, അട്രീഷൻ റേറ്റ് കൂടുക. ആ ആൾ പോയിട്ട് ഒരു 10 പേരോട് 15 പേരോട് വീണ്ടും പറയാം അവിടെ പോകണ്ട, ടെസ്റ്റ് എന്ത് ചെയ്ത് അയാൾ കുളവാക്കി എന്ന് പറയും. അപ്പോൾ അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉള്ള ഡോക്ടേഴ്സ് ഭയങ്കരമായിട്ട് ഇപ്പോൾ കെയർ ചെയ്തിട്ട് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ബാർഗെയിൻ ചെയ്യും, അതോടൊപ്പമാണ്. ബട്ട് സ്റ്റിൽ അവർ ക്വാളിറ്റി ബേസ് ചെയ്തിട്ടാണ്. അപ്പം നമുക്കൊരു 5-6 വർഷമായിട്ട് നമുക്ക് ഇവിടുന്ന് UAE നിന്ന്, ബഹ്റൈനിൽ നിന്ന്, ഒമാനിൽ നിന്നൊക്കെ നമുക്ക് ഓർഡേഴ്സ് ഉണ്ട്. നമ്മൾ സാധനം ഇന്ത്യയിൽ എവിടെയൊക്കെയാണ് ഇപ്പോൾ ഫാക്ടറിയും ഓഫീസുകളും നിലനിൽക്കുന്നത്? ഇന്ത്യയിൽ നമ്മൾ ഡയഗ്നോസ്റ്റിക് കിറ്റ്സ് ഇപ്പം നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. നമ്മുടെ ഓൺ ലാൻഡ് ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ രാജസ്ഥാനിൽ നിന്ന് നമ്മുടെ തെറാപ്യൂട്ടിക്സ് ഉണ്ട്, ഗുജറാത്തിൽ നമ്മുടെ തെറാപ്യൂട്ടിക്സ് ഉണ്ട്. കർണാടകയിൽ എന്തോ സംവിധാനമുണ്ട്. കർണാടകയിൽ നമ്മളൊരു ഡിസ്ട്രിബ്യൂട്ടറിന്റെ ഒരു ഡിസ്കഷൻ നടന്നിരുന്നു, അത് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചുരുക്കി നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഏതൊക്കെ മെഡിസിനാണ് ഇപ്പോൾ ഉള്ളത്, അതെന്തൊക്കെ രോഗത്തിനുള്ളതാണ്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നതെന്നൊന്ന് ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടി ഗുണകരമാവും. ഓക്കെ, ഇപ്പം സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സാർ, ഞങ്ങൾക്ക് ഉള്ളത് ഡയഗ്നോസ്റ്റിക്സും ഉണ്ട്, തെറാപ്യൂട്ടിക്സും ഉണ്ട്, രണ്ടും ഉണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു ഫീൽഡിലേക്ക് അല്ലെ ഈ ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ ഇറങ്ങിയപ്പോൾ ഒന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന മൃഗസ്നേഹമാണ്. ഓക്കെ, ആ മൃഗങ്ങൾക്ക് എങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അതിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് നമ്മൾ വിട്ടുപോയി. സാറെ പാക്കിങ്ങിനെ പറ്റി പറഞ്ഞു, നല്ല പാക്കിംഗ് എന്ന് പറഞ്ഞില്ലേ. ആ പാക്കിംഗ് കൊണ്ടുവരാനുള്ള കാര്യം അത് തന്നെ. ഇൻ്റർനാഷണൽ പാക്കിംഗ് വേണം എന്ന് ഞങ്ങൾ മസ്റ്റായിരുന്നു. എത്ര പൈസയാണെങ്കിലും നമ്മൾ ആദ്യം പാക്കിംഗ് വൃത്തിയാക്കണം. കാരണം നമ്മൾ പണ്ട് പറഞ്ഞ തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ലാസ്റ്റ് ഇംപ്രഷൻ. സാർ എൻ്റെ പ്രോഡക്റ്റ് എടുത്ത് നോക്കിയതിന് ശേഷം ഇത് ഞങ്ങൾ മരുന്നുകാരുടെ ഭാഷയിൽ ചാത്തൻ എന്ന് പറയും, ഇത് ചാത്തൻ പ്രോഡക്റ്റാന്ന് പറഞ്ഞ് നമ്മൾ എടുത്ത് കളയാറുണ്ട്. അങ്ങനെ കളയരുത്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ അവർ എൻ്റെ ക്യാബിൽ അത് സൂക്ഷിച്ച് വെക്കണം. സൂക്ഷിച്ച് വെച്ചതിന് ശേഷം എൻ്റെ വീട്ടിലെ, അതായത് ഒരു ഡോക്ടറിൻ്റെ വീട്ടിലെ തന്നെ നായ്ക്കോ പൂച്ചയ്ക്കോ അത് ഉപയോഗിക്കുകയാണെങ്കിൽ ക്വാളിറ്റി ഇല്ലെങ്കിൽ അവരാരും ഉപയോഗിക്കത്തില്ല. അതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയൊരു ആവശ്യം. അത് ഞങ്ങളത് പൂർത്തീകരിച്ചു. ഇപ്പോൾ സാറിനെ പോലുള്ള ആൾക്കാർ, ഇത്രയും ലോകം കണ്ട ആൾക്കാർ വരെ പറയുന്നുണ്ട് നിങ്ങളുടെ പ്രോഡക്റ്റ് കൊള്ളാം, അതിൻ്റെ പാക്കിങ് കൊള്ളാം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരു അംഗീകാരമായിട്ട് തന്നെ ഞങ്ങൾ സ്വീകരിക്കുകയാണ്. ഇതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾക്ക് ഉള്ളത് പല കമ്പനികളും ഇവിടെ വരുന്നുണ്ട്. അപ്പം അതിലൊരാളാണ്, ഇപ്പം സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സാറ്, നമുക്ക് പാരസെറ്റമോൾ ഒരു ഫേമസ് ബ്രാൻഡ്, ഞാൻ അത് പേര് പറയാം, കാൽപോൾ എന്നൊരു ബ്രാൻഡുണ്ട്. അപ്പം ഞാൻ നാളെ ഒരു പ്രോഡക്റ്റ് കൊണ്ടുവരുന്നിട്ട്, ഇപ്പം കൊണ്ടുവരുന്നു, മനോജ് പോൾ എന്നൊരു പ്രോഡക്റ്റ് കൊണ്ടുവരുവാണെങ്കിൽ ഡോക്ടർ എന്താ ചിന്തിക്കറിയാം, കാൽപോൾ പോലെ ഒരു പ്രോഡക്റ്റ്. അങ്ങനെ അറിയപ്പെടാൻ നമുക്ക് താല്പര്യമില്ലായിരുന്നു. വി വോണ്ട് ടു ബി യുണീക്ക്, നമുക്ക് യുണീക്കായിട്ട് തന്നെ വേണം എന്ന് നമുക്ക് ആദ്യമല്ല. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം, ഞങ്ങളൊരു നല്ലൊരു റിസർച്ച് ചെയ്തിരുന്നു. അപ്പം നമുക്ക് മനസ്സിലാച്ചാൽ, ഒന്ന്, ലോകം ഇപ്പം മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഓർഗാനിക് അല്ലെ ഹെർബൽ എന്നുള്ള രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇനി സാർ എന്ത് കെമിക്കൽ കൊടുത്തോ അവർ അവസാനം പറയും, സാർ ഇത് രാസവസ്തുവാണ്, ഇതിനൊരു സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് ലാസ്റ്റ് പറഞ്ഞു വരും. അപ്പം നമ്മുടെ ചിന്ത മുഴുവൻ എങ്ങനെ നമുക്കൊരു ഓർഗാനിക് അല്ലെ ഹെർബൽ സാധനം, പ്രൊഡക്റ്റുകളൊക്കെ ഓർഗാനിക് ആണ്. നമ്മുടെ തെറാപ്യൂട്ടിക് പ്രോഡക്ട്സ് എല്ലാം ഞങ്ങള് നാച്ചുറലും, മനുഷ്യന് പോലും ഇപ്പൊ 100% ഓർഗാനിക് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള മെഡിസിൻ കിട്ടുന്നില്ല. ഇല്ല, ആയുർവേദം പോലും 100% നാച്ചുറൽ ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം അതിൽ ചേർക്കുന്ന പ്രിസർവേറ്റീവ് ഒന്നും ഇതല്ല. പല സംഭവങ്ങളും അങ്ങനെയാണ് നമുക്ക്. അപ്പോൾ മൃഗങ്ങൾക്ക് വേണ്ടി 100% അങ്ങനെ പറയാൻ പറ്റും. 100% എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം ഞങ്ങൾക്ക് ഇന്ത്യയിൽ അല്ലെ കേരളത്തിൽ തന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കുറേ സീനിയർ വെറ്റിനറിയൻ ഡോക്ടേഴ്സ് ഉണ്ട്. അവർ പഴക്കം വന്ന ആൾക്കാരാണ്. അതിൽ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കാൻ തരത്തില്ല, ചില ഡോക്ടേഴ്സ് നമ്മൾ കൊടുത്തിട്ട് ഇത് കഴിക്കാനുള്ള മരുന്നാണ് എന്ന്, അതായത് മൃഗങ്ങൾക്ക് കഴിക്കാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അത് പൊട്ടിച്ച് കയ്യിലിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന ഡോക്ടറുണ്ട്. അദ്ദേഹം കേരളത്തിലെ വൺ ഓഫ് ദ ഫേമസ് ആണ്. സൂവിലെയൊക്കെ ഡയറക്ടറായിട്ടിരുന്ന, ഞാൻ പേരിപ്പം പറയാം, അദ്ദേഹം ഇപ്പോൾ സർവീസ് ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളൂ. അദ്ദേഹം കയ്യിലേക്ക് കുടഞ്ഞിട്ടിട്ട്
അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് പറയും ഇത് ഇന്നത് അല്ലെന്ന് ചോദിക്കും. അപ്പം നമ്മുടെ പ്രോഡക്റ്റ് അത്രയ്ക്ക് സേഫ് ആണ് എന്ന് അദ്ദേഹത്തിനും അറിയാമായിരുന്നു. അതേപോലെ പല ഡോക്ടേഴ്സും അത് തന്നെ ചെയ്യും, ചെക്ക് ചെയ്യും. അപ്പം നമ്മുടെ പ്രോഡക്റ്റ് ഒരെണ്ണം ഞാൻ പറഞ്ഞുതരാം സാർ. വൂണ്ട് സെറ്റ് എന്ന് പറയുന്ന നമുക്കൊരു പ്രോഡക്റ്റ് ഉണ്ട്. അത് മുറിവിന്, അതായത് നമ്മൾ പറയുന്ന വൂണ്ട്സ്, കട്ട്സ്, ബേൺസ്, ഫംഗൽ ഇൻഫെക്ഷൻ, ഈവൻ നമ്മുടെ വായ്ക്കുള്ളിൽ ഇൻഫെക്ഷൻ വരും. അതിപ്പം ഞാൻ എല്ലാം പറഞ്ഞു. ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ, അല്ലെങ്കിൽ നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒറ്റ മൂലി എന്ന് തന്നെ നമുക്കത് പറയാൻ പറ്റും. നിങ്ങളുടെ വീട്ടിലൊരു മൃഗമുണ്ട് അല്ലെങ്കിൽ ഒരു അരുവയുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ സൂക്ഷിക്കാൻ പറ്റുന്നൊരു സാധനമാണ്. പൊള്ളലിനോ മുറിവിനോ ഫംഗൽ ഇൻഫെക്ഷനോ വായക്കുള്ളിൽ നിന്ന് തന്നെ ഞാനൊരു വേർഡ് ഉപയോഗിച്ചായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോന്നും അറിയത്തില്ല. കാരണം നമ്മുടെ വീട്ടിലെ ഏത് അരുമയുടെ ദേഹത്ത് ഇതിട്ട് കൊടുത്താൽ അത് നക്കും. നക്കിക്കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് എന്താ പറയുന്നത്, കഴുത്തിലൊരു കോളർ ഇടാൻ പറയും, നക്കരുത്. കാരണം പല മരുന്നും നക്കിക്കഴിഞ്ഞാൽ അതിനുള്ളിൽ ചെന്ന് ഒന്നുകിൽ ഇൻഡൈജഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ അത് വിഷത്തിൻ്റെ രീതിയിൽ മാറും. ഇതിനതൊന്നും ഒരു പ്രശ്നമേ ഇല്ല. കാരണം ഇതിൻ്റെ കണ്ടന്റ് ചോദിച്ചാൽ മെയിൻ ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞുതരാം. ടർമറിക്, മഞ്ഞളുണ്ട്, നെയ്യുണ്ട്, ഹണി, തേനുണ്ട്, കരഞ്ച് ഓയിൽ എന്ന് പറയും, നമ്മൾ ഉങ്കെണ്ണ എന്ന് പറയും. പണ്ടത്തെ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഉങ്കെണ്ണയും തൊലിപ്പുറത്ത് എന്ത് അസുഖമുണ്ട് ഉങ്കെണ്ണയും ഗന്ധം കൂടെ അരച്ച് തേച്ചാൽ മതി എന്ന് എൻ്റെ അപ്പൂപ്പനൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഉങ്കെണ്ണയുണ്ട്. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളായതുകൊണ്ട് ഒരു രീതിയിലും വരത്തില്ല. ഇനി ഏറ്റവും ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, ഇത് പേറ്റൻസി ഞങ്ങളുടെ കമ്പനിക്കാണ്. ഞങ്ങൾ പേറ്റന്റഡ് പ്രോഡക്റ്റ് ആണ് ഇത്. അത് നിങ്ങൾക്ക് വൂണ്ട് സെറ്റ് എന്നാണ് ഇതിന്റെ പേര്. വൂണ്ട് സെറ്റ് അതെ. കേരളത്തിലൊക്കെ നന്നായി പോകുന്നു. ഇന്ത്യയിൽ നമുക്ക് നിയർലി ഒരു 1 ലക്ഷത്തിന് മേലെ 1.1 പക്ഷികൾക്കും മൃഗങ്ങൾക്കൊക്കെ മുറിവുണ്ടെങ്കിൽ ഇത് എന്തിനും. ആനക്ക് ഇപ്പൊ അവിടെ ആനക്കോട്ടെ നമ്മൾ കൊടുക്കുന്നുണ്ട്, ഗുരുവായൂർ ആനക്കോട്ടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. കാരണം അവര് തമ്മില് ആക്രമിച്ചിട്ടൊക്കെ ഒരു ആനക്ക് മസ്തകത്തിന് വേണ്ടി മുറിവേറ്റി എന്നൊക്കെ. ഒറ്റ പ്രശ്നം വെച്ചാൽ നമ്മുടെ ഒരു 50 ഗ്രാമിന്റെയും പിന്നെ 100 ഗ്രാമിന്റെ സ്പ്രേ ഒക്കെ. അപ്പൊ ആനയ്ക്ക് ഒന്നും ആവത്തില്ല. അവരത് വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നും ആവത്തില്ല, ഒരുപാട് വേണ്ടി വരും. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പൊ അവർ നമ്മളോട് 25 kg ജാറുണ്ടോ എന്നൊക്കെ പല സംസ്ഥാനത്തിൽ നിന്ന് അവർ ചോദിക്കുന്നുണ്ട്. 25 ജാറ് തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം ഇതിന് സൈഡ് എഫക്ട്സ് ഇല്ല. ഞാൻ ഈ പറഞ്ഞു തന്നെ, അതായത് ഓർഗാനിക് സാധനം. ഇതിന്റെ നമുക്ക് സ്പ്രേയും ഉണ്ട്, നമുക്ക് ജെല്ലും ഉണ്ട്. പിന്നെ നമുക്കുള്ളത് ചെള്ള്. ഏറ്റവും കൂടുതൽ ഇഷ്യൂ വരുന്ന ഒരു സാധനം ചെള്ള്. ഈ ചെള്ളിന് ഇന്ന് നിങ്ങൾക്ക് ഏതൊരു ഷോപ്പിൽ പോയി നോക്കിയാലും അവിടെ നിങ്ങൾ കാണുന്നത് പോയിസൺ, വിഷം എന്ന് തന്നെ ഞാൻ മലയാളത്തിൽ പറയാം. 0.01% വിഷമാണെങ്കിലും 0.001% വിഷമാണെങ്കിൽ അത് വിഷം തന്നെ. അപ്പം നമ്മളുടെ പ്രോഡക്റ്റ് ഡയറ്റോമേഷ്യസ് എർത്ത് എന്ന് പറഞ്ഞൊരു സാധനം, അത് ശരിക്കും പറഞ്ഞാൽ സിലിക്ക, നമ്മുടെ സിലിക്കൺ ഡയോക്സൈഡ് എന്ന് പറയുന്ന സാധനം മണലിനെ പറ്റി പറയുന്ന ആ മണലിന്റെ അതേ രാസനാമം ഉള്ള സാധനമാണ് ഡയറ്റോമേഷ്യസ് എർത്ത്. ഈ സാധനം നമ്മൾ നാനോ പാർട്ടിക്കിളായിട്ട് നമ്മൾ പൊടിച്ചിട്ട് നമ്മുടെ ഈ പക്ഷികളുടെയും മൃഗങ്ങളുടെയൊക്കെ ദേഹത്തിട്ടിട്ട് വെറുതെ മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മുതൽ 6 ദിവസം വരെ കണ്ടിന്യൂസ് മസാജ് ചെയ്യുക. ആ മസാജ് ചെയ്യുന്ന സമയത്ത് അതുങ്ങളെ കുളിപ്പിക്കരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് മാറും. ഇവിടെ നമുക്കൊരു പോയിന്റ് ഉണ്ട്, നക്കിയാൽ കുഴപ്പമില്ല, അത് അതിൻ്റെ ദേഹത്ത് നക്കിയാൽ ഒരു കുഴപ്പമില്ല. ഈവൻ നമ്മുടെ ഉള്ളിൽ പോയാൽ കുഴപ്പമില്ല. ഞാൻ എന്തിനാ ഈ ഒരു പോയിന്റ് പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിൽ നമ്മുടെ അരുമയെ നമ്മുടെ കട്ടിലിനോട് ചേർന്ന് കിടത്തുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അതിനെ പോയി നമ്മുടെ ഡ്രസ്സിലൊക്കെ ഒരു കുഞ്ഞുങ്ങൾ കയ്യിൽ വരും, അവരത് അറിയാതെ വായിലിടും. അതെ, ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള പ്രോഡക്റ്റ് വളരെ കുറവാണ് സാർ. ഇപ്പൊ ചില എരുമ പോത്തുകൾക്കൊക്കെ അവർ ചെവിയിൽ വരുന്നൊരു വിഷയം ഉണ്ടല്ലോ, അതിങ്ങനെ സ്പ്രേ അടിച്ചു കൊടുക്കാറെന്ന് തോന്നുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും അതിന് ഇതാണ് ഉപയോഗിക്കാൻ. തീർച്ചയായിട്ടും ഉപയോഗിക്കാം. എങ്ങനെയുണ്ട്, എത്ര ദിവസം കൂടുമ്പോൾ അവരുടെ ചെവി ക്ലീൻ ആയി കൊടുക്കണം എന്തോ അങ്ങനെ എന്തോ ഇല്ലേ? അതിന് ഞാൻ പറഞ്ഞു, അത് പല ഡോക്ടേഴ്സ് വൂണ്ട് സെറ്റ് യൂസ് ചെയ്യാറുണ്ട്. അതിട്ട് നമുക്ക് തൂത്ത് ക്ലിയർ ചെയ്താണ്. കാരണം ഇതിനൊരു ആന്റിസെപ്റ്റിക് അല്ലെങ്കിൽ ആന്റിബയോട്ടിക്. ഞാനിപ്പോ ചിന്തിച്ചോണ്ട് സാറ് ഈ പറയുന്നതാണ്, നമ്മൾ ഈ മൃഗങ്ങൾക്ക് ഇതൊക്കെ ഇപ്പൊ നമ്മുടെ ബെഡിലൊക്കെയാണ് പൂച്ചയൊക്കെ ഉള്ളത്, നായയും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇതിന് എന്തെങ്കിലും പുറത്തേക്ക് നമ്മൾ മരുന്നുകൾ പുരട്ടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ബെഡിലതുണ്ടാവും. നമ്മളതിനെ ഉമ്മ കൊടുക്കുന്ന അല്ലെങ്കിൽ അതിനെ പിടിച്ച് തോളിട്ട് നടക്കുന്ന കുട്ടികൾക്ക് അതൊന്ന് രോഗം പകരാം, അലർജി ഉണ്ടാവാം, അല്ലെ, പല വിഷയങ്ങളുണ്ടാവും. അപ്പൊ അതിന് ഒരു പരിഹാരം കൂടിയാണ് സാറിന്റെ പ്രൊഡക്റ്റുകൾ എല്ലാം, അല്ലേ? എല്ലാം എന്ന് പറയാലോ അല്ലെ? ഏതെങ്കിലും ഒന്ന് വ്യത്യാസം കുറവുണ്ടെങ്കിൽ അത് പറയണം കേട്ടോ. ഏതെങ്കിലും ഒന്ന് കുറവുണ്ടെങ്കിൽ അത് പറയണം. നമ്മൾ നാളെ ചാനലിലെ ആളുകൾ പറയും നിങ്ങൾ എല്ലാം എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം മറ്റേതാന്ന് പറയാൻ പാടില്ല, എല്ലാം എന്ന് തന്നെ പറയാം. പിന്നെ നമുക്കുള്ളത് മോർലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അത് നായയുടെയും പൂച്ചയുടെയും പാല് വർദ്ധിപ്പിക്കുന്ന പ്രോഡക്റ്റ് ആണ്. അങ്ങനെ ഒരു പ്രോഡക്റ്റ് ഇല്ലായിരുന്നു, വെറ്റിനറി ഫീൽഡിൽ തന്നെ ഇല്ലായിരുന്നു. കാരണം എന്താ സംഭവിക്കുന്നത്, മനുഷ്യന്റെ പ്രോഡക്റ്റ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അതേ പ്രോഡക്റ്റ് നമ്മൾ കന്നുകാലികൾക്കും
കൊണ്ടുവന്നിട്ടുണ്ട്. പശുവിനും എരുമയ്ക്കും അത് കൊടുക്കാൻ പറ്റും, അതിന്റെ ടാബ്ലറ്റ് കൊടുക്കാൻ പറ്റും, പാലുൽപാദനം കൂടാൻ പറ്റും. പിന്നെ നമുക്ക് ലാസ്റ്റ് നമുക്ക് പെറ്റൈസർ എന്ന് പറയുന്ന പ്രോഡക്റ്റ്, അതൊരു മൾട്ടി ഫങ്ഷണൽ ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. എക്സാക്ട്ലി നമുക്ക് ബോൺവിറ്റ എന്നൊക്കെ പറഞ്ഞല്ലോ, ഇമ്മ്യൂണിറ്റി കൂട്ടാൻ പറ്റും, പ്രതിരോധ ശക്തി കൂട്ടാൻ പറ്റും, വിശപ്പ് കൂട്ടാൻ പറ്റും, ഡൈജഷൻ കൂട്ടാൻ പറ്റും. അത് ഓട്ടോമാറ്റിക്കലി അതിന്റെ ആരോഗ്യസ്ഥിതിയെ കൂട്ടാൻ പറ്റുന്ന എല്ലാ സാധനവും അതിനകത്തുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇവിടെയൊക്കെയുള്ള മത്സരത്തിനൊക്കെ പങ്കെടുപ്പിക്കുന്ന പിന്നെ കുതിരകൾക്കും ഒക്കെ അത് ഉപയോഗിക്കാൻ പറ്റുന്ന. തീർച്ചയായിട്ടും ഇത്രയും പ്രോഡക്റ്റാണ് നമ്മളുടെ ഉള്ളത് ഇപ്പോൾ ഉള്ളത്. കാരണം സാറ് ചിന്തിക്കാം, ഞങ്ങളൊരു ബിസിനസ് മെന്റാലിറ്റി ഉള്ള ആൾക്കാരാണ്, ഞങ്ങൾക്ക് പ്രോഡക്റ്റ് കൂട്ടാൻ പറ്റും. ഇപ്പോഴും നമ്മളോട് പലരും പറയുന്നുണ്ട് 50 പ്രോഡക്റ്റ് എടുത്തുകൂടെ, 60 പ്രോഡക്റ്റ് എടുത്തുകൂടെ. പക്ഷെ നമ്മൾ വി വാണ്ട് ടു ബി യുണീക്ക്. ഇപ്പോഴും നമ്മളെ പല ഡോക്ടർമാർ ഓർക്കുന്ന ഇന്ന വെറ്റ്സെട്ര വളരെ യുണീക്ക് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നമ്മളുടെ കയ്യിൽ 4 തെറാപ്യൂട്ടിക് പ്രോഡക്റ്റും പിന്നെ ഒരു വലിയ ബ്രാൻഡ് അക്യുവറ്റ്. ആ അക്യുവറ്റിൻ്റെ അണ്ടറിൽ നമുക്ക് എല്ലാ രീതിയിലുള്ള ഡയഗ്നോസ്റ്റിക്സും ഉണ്ട്. അതായത് കനൈൻ, ഫെലൈൻ, ഏവിയൻ, ബൊവൈൻ, പോർസൈൻ എന്ന് പറയുന്ന ഓരോന്ന് കണ്ടുപിടിക്കാനുള്ള, അതായത് നായ, പൂച്ച, പക്ഷികൾ, നമ്മളുടെ കന്നുകാലികൾ, ക്യാമൽ, എല്ലാത്തിൻ്റെ അസുഖങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഡയഗ്നോസ്റ്റിക് കിറ്റ്സ്. ഇത് രണ്ടുമാണ് നമ്മളുടെ ഉള്ളത്. ഓക്കെ, വളരെ സന്തോഷം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയൊരു കാൽവെപ്പ് UAE പുതിയ സംരംഭം തുടങ്ങാനാണ്, ഡിസ്ട്രിബ്യൂട്ടർ മാനുഫാക്ചറിംഗ് ഒക്കെ തുടങ്ങാനുള്ളൊരു പദ്ധതിയാണ്. എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാ മൃഗങ്ങൾക്കും, എല്ലാ പക്ഷി മൃഗാദികൾക്കും ഒരു അനുഗ്രഹമാകട്ടെ അദ്ദേഹത്തിൻ്റെ പുതിയ കാൽവെപ്പ് എന്ന് ആശംസിച്ചുകൊണ്ട് നമസ്കാരം.